ഒഫീഷ്യലി നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ചടങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ശ്രീ നിസാർ കോയപ്പറമ്പൻ, ഞങ്ങളുടെ COA സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തെ മുന്നോട്ട് സാദരം ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, കേരള വിഷന്റെ കുടുംബശ്രീ അവാർഡ് ദാന ചടങ്ങിലേക്ക് പങ്കെടുക്കുവാനെത്തിയ ഏറെ പ്രിയപ്പെട്ടവരായ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കടമ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതിൻ്റെ ചാനലായ കേരള വിഷൻ ഇവിടെ സൂചിപ്പിച്ച കണക്ക് കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന രംഗത്ത് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു ചാനലോ മറ്റൊരു സംഘടനയോ ഏറ്റെടുക്കാത്ത 14 ജില്ലകളിലും ആ ജില്ലകളിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകരെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേരള വിഷൻ ഇത്തരത്തിലുള്ളൊരു പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാൻ നിർത്താം. കാരണം ആ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലത് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏതാണ്ട് 45 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെ, ആ കുടുംബങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിത്യനിദാന ബന്ധമുള്ള ഒരു സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. 30 ലക്ഷത്തോളം വരുന്ന ഡിജിറ്റൽ കണക്ഷനുകളും ഏതാണ്ട് 15 ലക്ഷത്തോളം വരുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷനുകളും ഇന്ന് കേരളത്തിൽ വിതരണം ചെയ്യുന്ന കമ്പനിയാണ് കേരള വിഷൻ അല്ലെങ്കിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഇന്ത്യയിൽ ഇന്ന് റൂറൽ ഏരിയകൾ നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ത്യയിൽ ബ്രോഡ്ബാൻഡ് വിതരണം നടത്തുന്ന 4ാമത്തെ കമ്പനിയാണ് കേരള വിഷൻ. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ കണക്ടിവിറ്റിയിൽ ഇന്ത്യയിൽ 6ാമത്തെ കമ്പനിയായും കേരള വിഷൻ വളർന്നിട്ടുണ്ട്. ഈ വളർച്ചയുടെ പടവുകളിൽ കേരള വിഷന് താങ്ങും തണലുമായി നിന്നിട്ടുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ഇപ്പോൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്കേറെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ഇന്ന് കേരളത്തിൻ്റെ എല്ലാ രംഗത്തും, വികസന രംഗത്താണേലും അതിൻ്റെ നിർമ്മാണ രംഗത്താണേലും മറ്റേത് പ്രവർത്തന രംഗത്താണേലും ഒരു വലിയ മുതൽക്കൂട്ടായി മാറാൻ കേരളത്തിലെ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും, ഏതാണ്ട് 10,000 കോടിയോളം രൂപയാണ് നിക്ഷേപമായി ബാങ്കിലേക്ക് ഈ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടോടെ ജീവിക്കുന്ന ആ കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വേതനം, ആ വേതനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമായി മാറാൻ ഈ കേരളത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ചുമ്മാതല്ല. അത് ഇന്ത്യയിൽ ഈ കേരളം മാതൃകയായി മാറുകയാണ്. പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളെ കൊച്ചിലേക്ക് വീടുകളിൽ, പാണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിക്കരുതും, തമിഴര് പണം പലിശ കൊടുക്കുന്ന തമിഴര് രാവിലെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരിൽ നിന്നും പണം പലിശക്ക് വാങ്ങി ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന അന്നത്തെ കുടുംബിനികൾ ഇന്ന് അവർ പണം വിതരണം ചെയ്യുന്നവരായി മാറുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുവാൻ ഇന്ന് ഈ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സമൂഹത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ അതിന് ഇവിടുത്തെ സർക്കാരുകളും സന്നദ്ധ സംഘടനകളും ഒക്കെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പണിയെടുക്കുന്ന, ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഒരുപാട് നിർമ്മാണ രംഗത്ത്, ഫുഡ് പ്രൊഡക്ഷൻ, അത് സർവീസ് രംഗത്ത്, എല്ലാ രംഗത്തും ഈ കേരളത്തിൻ്റെ പരിച്ഛേദമാകാൻ കഴിഞ്ഞിട്ടുള്ള കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളെ ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നത് പ്രിയങ്കരിയായ പത്തനംതിട്ടക്കാരുടെ പ്രിയങ്കരിയായ മന്ത്രി വീണ ജോർജാണ്. ഇന്നലെ ഉണ്ടായ ഒരു സംഭവം നിങ്ങൾക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട്
പ്രിയപ്പെട്ട മന്ത്രിക്ക് അങ്ങോട്ട് പോകേണ്ടതായി വന്നു. ഇന്നലെ വരെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ അറിയിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ അവിടെ ചെല്ലേണ്ടത് ആ മഹതിയുടെ കടമയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ പോകേണ്ടി വന്നുകൊണ്ട് ഇവിടെ പങ്കെടുക്കുവാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു. എങ്കിലും ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും അർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും എൻ്റെ ആ സന്ദേശം പറയണമെന്നുകൂടി പ്രിയപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആ വിവരം കൂടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള അധ്യക്ഷ പദം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ മണ്ഡലത്തിന്റെ MLA കൂടിയായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോകുമാർ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കോലഞ്ചേരിയിലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എത്തിച്ചേരാത്ത ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ചിറ്റയം ഗോകുമാർ അവരുകളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി കേരള വിഷന് വേണ്ടി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് വേണ്ടി ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥ ബോധ്യപ്പെടുത്തി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുള്ള പ്രിയങ്കരിയായ മന്ത്രി വീണ ജോർജിന് നിങ്ങൾ ഏവരുടെയും പേരിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പേരിൽ കേരള വിഷന്റെ പേരിൽ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി ഇവിടെ ആശംസകൾ അറിയിക്കുവാനും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് റാന്നിയുടെ പ്രിയങ്കരനായ MLA പ്രമോദ് നാരായണൻ അവരുകളാണ്. അദ്ദേഹം നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹൃദ്യമായി കേരള വിഷന് വേണ്ടി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് വേണ്ടി ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഒട്ടനവധി വരുന്ന പ്രമുഖർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ പ്രമുഖരെയും അതുപോലെ തന്നെ പ്രിയങ്കരിയായ സിനിമാ നടി മല്ലിക ചേച്ചി, അതുപോലെ തന്നെ ഇവിടെ ഏറെ നമുക്കൊക്കെ ഹൃദ്യമായ അനുഭവം പകർന്നു തന്ന പ്രിയപ്പെട്ട അമ്മമാർ നടത്തിയ ഡാൻസ് നമുക്കെല്ലാം വളരെ സന്തോഷം നൽകിയിട്ടുണ്ട്. ആ അമ്മമാർക്കടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് വേണ്ടി കേരള വിഷന് വേണ്ടി ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.